നമസ്കാരം. 1200 ആണ്ട് വൃശ്ചിക മാസം നക്ഷത്രഫലം. ഇടവക്കൂറ്, കാർത്തിക മുക്കാല്, രോഹിണി, മകയിരം, പാതി. വ്യാഴം ജന്മത്തിലും ശനി 10-ലും സൂര്യൻ 7-ലും രാഹു 11-ലും കേതു 5-ലും സഞ്ചരിക്കുന്നു. വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ദേവാലയ സന്ദർശനം സാധ്യമാകും എന്ന വളരെ അത്യുത്തമമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ട് തന്നെ തുടങ്ങാം. എന്നിരുന്നാലും തൊഴിൽ നഷ്ടത്തിന് സാധ്യതയുണ്ട്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ തൊഴിൽ നഷ്ടം നിങ്ങൾക്ക് നല്ലതേ വരൂ. കാരണം നിങ്ങൾ ആ തൊഴിലിൽ തന്നെ തുടർന്നുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ഭാവി അത്ര നല്ലതാവില്ല. ഈ തൊഴിൽ നഷ്ടം നിങ്ങൾക്ക് നല്ലതിനാണ്. പക്ഷേ എന്തായാലും ഒരു സാമ്പത്തിക സ്രോതസ് അവിടെ നിൽക്കുകയാണല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ബുദ്ധിമുട്ട് വരാം. അപ്പോൾ കൂടുതൽ ഒരു മികച്ച ജോലിക്കുള്ള ഒരു പരിശ്രമം കൂടി ഇപ്പോഴേ തുടങ്ങേണ്ട ആവശ്യമുണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. വിശേഷിച്ച് കുടുംബങ്ങളിൽ ഒരുപാട് നാളുകളായിട്ട് കല്യാണം കഴിയാതിരുന്ന ആളുകളുടെയൊക്കെ കല്യാണം, അങ്ങനെയുള്ള വളരെ, അതുപോലെ തന്നെ ഒരുപാട് നാളുകളായിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരുന്ന, നിങ്ങൾക്ക് തന്നെ ആവണമെന്നില്ല, നിങ്ങളെ കുടുംബത്തിൽ അങ്ങനെ കുഞ്ഞുങ്ങളാവാതിരുന്ന ആളുകളുടെ കുഞ്ഞുങ്ങളായിട്ട് അവരുടെ സീമന്തം അല്ലെങ്കിൽ ആ കുട്ടി ഉണ്ടായിട്ടുള്ളതിന് ശേഷമുള്ള 28 അങ്ങനെയുള്ള വളരെ മംഗളകരമായിട്ടുള്ള ചടങ്ങുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ, അതിനനുസരിച്ചിട്ട് ഒരു മനസ്സന്തോഷം ഉണ്ടാകുവാനുമുള്ള ഒരു സമയം തന്നെയാണിത്. ബന്ധുക്കളുമായിട്ട് പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം, അത് സൂക്ഷിക്കണം. അധികവും നിങ്ങളുടെ തന്നെ ജിഹ്വാദോഷം, അതായത് നിങ്ങളുടെ തന്നെ നാവിൻ്റെ പ്രശ്നം കൊണ്ടാട്ടോ പലതും വരുന്നത്. അതിനാൽ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. രാഷ്ട്രീയ രംഗത്ത് കഠിന പ്രയത്നം ചെയ്താൽ തന്നെ ആ രംഗത്ത് അത് കർമ്മമേഖലയായിട്ട് രാഷ്ട്രീയം തിരഞ്ഞെടുത്തിട്ടുള്ള ഇടവക്കൂറുകാർക്ക് ഒരു എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുള്ളൂ. കഠിനമായിട്ട് പ്രയത്നിക്കേണ്ടി തന്നെ വരും. ചില ആളുകൾക്ക് വളരെ ഈസി ആയിരിക്കും, അല്ലെ, കേക്ക് വാക്കായിരിക്കും പല കാര്യങ്ങളും. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നെപ്പോട്ടിസം അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ഈ ഒരു മാസം ഇടവക്കൂറായിട്ടുള്ള ഇടവക്കൂറുകാരിലെ രാഷ്ട്രീയ രംഗം കർമ്മമേഖലയായിട്ടുള്ള ആൾക്കാർക്ക് കഠിന പ്രയത്നം തന്നെ വേണ്ടി വരും. അതിപ്പോൾ ഏത് പാരമ്പര്യമുള്ള ആൾക്കാരായാലും ശരി, അല്ലെങ്കിലും ശരി. വ്യവഹാര വിജയം സംഭവിക്കാം. കോടതികളിലൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് നിന്നിട്ടുള്ള കേസുകൾ പലതും ജയിക്കാം. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം പരീക്ഷകളിൽ സംഭവിക്കും. യാത്രാക്ലേശം ഉണ്ടാകാം. പകർച്ചവ്യാധികൾ പിടിപെടുവാൻ പ്രത്യേകം അതിനാൽ തന്നെ ഒരു നല്ല കരുതലെടുക്കേണ്ടതായിട്ടുണ്ട്. ആശുപത്രിവാസം സംഭവിക്കാം. അത് വലിയ ഒരു ആശുപത്രിവാസമല്ല, ചെറിയ പനിയൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഒന്ന് ആശുപത്രിയിൽ പോയിട്ട് വരികയോ അല്ലെങ്കിൽ 1-2 ദിവസം ഇവിടെ കിടക്കുകയോ വേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് വലിയ ഒരു ആപത്ത് വന്നിട്ട് ആശുപത്രിയിൽ കിടക്കുന്ന ഒരു യോഗം കാണുന്നില്ല. മൃഗങ്ങളിൽ നിന്ന് ശല്യം ഉണ്ടാകാം. അപ്രതീക്ഷിതമായിട്ട് പുരസ്കാരലബ്ധി ഉണ്ടാകും. അത് വളരെ സന്തോഷം മനസ്സിൽ തരികയും ചെയ്യും. പ്രമാണങ്ങളിൽ ഒപ്പുവെക്കാൻ സാധിക്കും. വിദേശയാത്ര, അതുകൊണ്ട് ഒരു ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ചില കൂട്ടുകെട്ടുകൾ നിങ്ങൾക്ക് ശുഭപര്യവസായിയായിട്ടുള്ള ഒരു കാര്യത്തിനെ കൊണ്ടുവരികയും ചെയ്യും. അതിനാൽ തന്നെ ഈശ്വരഭജനം, അന്നദാനം തുടങ്ങിയിട്ടുള്ള മഹത്തരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഈ എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടെങ്കിൽ അതിനെല്ലാം തീർക്കാനായിട്ട് സാധിക്കട്ടെ.